പ്രൈസ് ദി ലോർഡ്. നമ്മുടെ കർത്താവും നമ്മുടെ രക്ഷിതാവുമായ യേശു ക്രിസ്തുവിൻ്റെ അതിപരിശുദ്ധമായ നാമത്തിൽ എല്ലാ പ്രിയമുള്ളവർക്കും പ്രഭാത വന്ദനം. 1 പത്രോസിന്റെ ലേഖനം 5-ാം അധ്യായം 4-ാം വാക്യത്തിൽ, എന്നാൽ ഇടയശ്രേഷ്ഠൻ പ്രത്യക്ഷനാകുമ്പോൾ നിങ്ങൾ തേജസ്സിൻ്റെ വാടാത്ത കിരീടം പ്രാപിക്കും എന്ന അപ്പോസ്തലനായ പത്രോസ് രേഖപ്പെടുത്തുന്നത് നാം വായിക്കുന്നു. സുവിശേഷങ്ങളിൽ യേശുവിനെ ഒരു മതാചാര്യനായിട്ടോ മതസ്ഥാപകനായിട്ടോ ഒന്നും അല്ല വെളിപ്പെടുത്തുന്നത്. എബ്രായ തിരുവെഴുത്തുകളിൽ ദൈവം വാഗ്ദാനം ചെയ്ത ശ്രേഷ്ഠ ഇടയൻ യേശുവാകുന്നു എന്നുള്ളതാണ്. ലോകത്തിൻ്റെ ഇടയനും നാഥനുമായി ദൈവം യേശുവിനെ നിയോഗിച്ചു. മനസ്സലിവും സ്നേഹവും യേശുവിൻ്റെ ഇടയ ശുശ്രൂഷയുടെ മുഖമുദ്രയായിരുന്നു. ആ മഹാ ഇടയൻ നഷ്ടപ്പെട്ടവരെ തേടി വന്നു, രക്ഷിച്ചു. സമഗ്രമായ രീതിയിൽ ജനങ്ങളുടെ ആവശ്യങ്ങൾ നിറവേറ്റി. സ്നേഹത്തിൻ്റെയും പരിപാലനത്തിൻ്റെയും ഉത്തമ മാതൃകയാണ് യേശുനാഥൻ തൻ്റെ ജീവിതം കൊണ്ട് കാഴ്ചവെച്ചത്. ജനങ്ങളുടെ മേൽ ഉടമസ്ഥാവകാശമുള്ള ഇടയനാണ് താനെന്ന് യേശു തൻ്റെ ജീവിതം കൊണ്ട് വെളിപ്പെടുത്തിയിട്ടുണ്ട്. ആടുകൾക്ക് വേണ്ടി ജീവൻ കൊടുക്കുന്ന ഈ ത്യാഗപരമായ യേശുവിൻ്റെ സമീപനം അവിടുത്തെ ശുശ്രൂഷയുടെ കേന്ദ്രബിന്ദുവാണ്. അപകടം വരുമ്പോൾ ആട്ടിൻകൂട്ടത്തെ ഉപേക്ഷിക്കുന്ന കൂലിക്കാരിൽ നിന്ന് യേശുവിനെ വ്യത്യസ്തനാക്കുന്നത് അതാണ്. സ്വന്തം രക്തം ചിന്തേണ്ടി വന്നാലും ആടുകളുടെ സുരക്ഷയും ക്ഷേമവും ഉറപ്പുവരുത്തുന്ന യേശുക്രിസ്തുവിൻ്റെ ഈ പ്രതിബദ്ധത ഒരു മഹാ ഇടയൻ്റെ ഉത്തമ സ്വഭാവമാണ്. മാത്രമല്ല, ജനങ്ങളെ കണ്ട് മനസ്സലിയുന്ന യേശുവിനെ നാം സുവിശേഷങ്ങളിൽ മുഴുവൻ കാണുകയാണ്. ജനങ്ങളുടെ ആത്മീയ ശൂന്യതയും ശാരീരിക കഷ്ടപ്പാടും യേശുനാഥൻ കണ്ടു. അവിടുത്തെ മനസ്സലിവ് അദ്ദേഹം ജീവിതത്തിൽ മുഴുവൻ വെളിപ്പെടുത്തുന്ന നാം കാണുന്നു. ദൈവത്തിൽ നിന്നകന്ന് പാപത്തിൻ്റെ മരുഭൂമിയിൽ അലയുന്ന ഓരോ വ്യക്തിയെയും തേടിയാണ് യേശു വന്നത്. കാണാതെ പോയതിനെ തിരഞ്ഞു രക്ഷിക്കുന്ന ഒരു ഇടയൻ്റെ ചിത്രം യേശു തൻ്റെ ഉപമയിലൂടെ പറഞ്ഞു. 100 ആടുകളിൽ 1 കാണാതെ പോയപ്പോൾ 99നെയും കാവൽക്കാരുടെ കയ്യിൽ ഏൽപ്പിച്ച് കാണാതെ പോയ ഒന്നിനെ തേടി നടന്ന ഒരു ഇടയൻ. സുരക്ഷിതരായി കഴിയുന്ന നീതിമാന്മാരുടെ കൂടെ മാത്രം സമയം ചിലവഴിക്കുവാൻ താല്പര്യപ്പെടാത്ത യേശുവിനെ നമുക്ക് കാണാം. പാപിനിയായൊരു സ്ത്രീ അനുതാപത്തിൻ്റെ കണ്ണുനീർ കൊണ്ട് തൻ്റെ പാദങ്ങൾ കഴുകിയപ്പോൾ അവരുടെ പാപം ക്ഷമിക്കുന്ന യേശുവിനെ നമുക്ക് കാണാം. എത്ര ശ്രേഷ്ഠമാണ് ഈ ശ്രേഷ്ഠ ഇടയൻ്റെ സ്വഭാവം! സമഗ്രമായ അവിടുത്തെ കരുതൽ നാം തിരിച്ചറിയേണ്ടതാണ്. ആത്മാവ്, മനസ്സ്, ശരീരം എന്നിവയുടെ ആവശ്യങ്ങളെ യേശു തിരിച്ചറിഞ്ഞു. വിവേചനം കൂടാതെയാണ് അവിടുന്ന് ജനങ്ങളെ ശുശ്രൂഷിച്ചത്. ഒരു ഇടയന് തൻ്റെ ആടുകൾക്ക് തൻ്റെ സാന്നിധ്യം, അനുകമ്പ, പ്രായോഗിക സഹായം, വൈകാരിക പിന്തുണ ഇതൊക്കെ നൽകേണ്ടത് ആവശ്യമാണ്. അത് മുഴുവൻ യേശുനാഥൻ നൽകുന്നത് നമുക്ക് കാണാം. യേശുവിൻ്റെ കീഴിൽ യേശു 100 കണക്കിന് ഇടയന്മാരെ അല്ല 1000കണക്കിന് ഇടയന്മാരെയാണ് ആക്കി വെച്ചത്. ഇടയ ശുശ്രൂഷ എന്തെന്ന് പഠിക്കുന്നതും യേശുവിൽ നിന്നാണ്.
വിശ്വസ്തരായ കീഴടയന്മാരിലൂടെ അവിടുന്ന് അവിടുത്തെ ആട്ടിൻകൂട്ടത്തെ തുടർന്നും പരിപാലിക്കുമെന്ന് നാം മനസ്സിലാക്കുകയാണ്. ശ്രേഷ്ഠ ഇടയനാം യേശുനാഥൻ പ്രത്യക്ഷനാകുമ്പോൾ നന്നായി ഇടയപരിപാലനം ചെയ്തവരെ അവിടുന്ന് ആദരിക്കുമെന്നും നാം മനസ്സിലാകുന്നു. യേശുവിൻ്റെ വേലക്കാരായ ഇടയന്മാർ ഉന്മേഷത്തോടും നല്ല ഉദ്ദേശത്തോടും കൂടെ ഇടയ ശുശ്രൂഷ ചെയ്യണമെന്നുള്ളതിന് ഒരാഹ്വാനം നൽകുന്നതാണിത്. യേശു എന്ന ശ്രേഷ്ഠ ഇടയൻ്റെ മാതൃക. ഭക്ഷണത്തിനും വിശ്രമത്തിനും പോലും സമയം കിട്ടാതെ അവിടുന്ന് ജനത്തെ സേവിച്ച ഒരു നല്ല ഇടയനാണ്. പ്രിയമുള്ളവരെ, യേശുവിൻ്റെ കീഴിലുള്ള ചെറിയ ഇടയന്മാർ യേശുവിനെ മാതൃകയാക്കണം. മനുഷ്യരുടെ ബഹുമാനം പിടിച്ചു പറ്റുവാൻ ബന്ധപ്പെട്ട യഹൂദ മത നേതാക്കന്മാരെ പോലെ തൻ്റെ ശിഷ്യന്മാർ ചെയ്യരുതെന്ന് യേശുനാഥൻ ആഗ്രഹിക്കുകയാണ്. പ്രിയമുള്ളവരെ, നല്ല ഇടയനാം യേശുവിനെ അനുകരിക്കാൻ, ആ ഇടയൻ്റെ കീഴിൽ നല്ല ഇടയന്മാരാകാനൊക്കെ നമുക്ക് ദൈവകൃപ നൽകട്ടെ. സ്നേഹവാനായ ദൈവമേ, സ്വർഗീയ പിതാവേ, മഹാ ഇടയനായ ശ്രേഷ്ഠ ഇടയനായ യേശുവിനെ അവിടുത്തെ ആളത്വത്തോടെ തിരിച്ചറിയാൻ, ആ ഇടയൻ്റെ പുറകിലെ നല്ല ആടുകളായി മാറാൻ, ഇടയശ്രേഷ്ഠൻ്റെ കീഴിലുള്ള നല്ല ഇടയന്മാരായി മാറാൻ ഈ സന്ദേശം കേൾക്കുന്നവരുടെ മേൽ അവിടുത്തെ കൃപ പകരണം. അങ്ങടുത്ത സഹിതം തരുന്ന ശുഭത ഇന്ന് പകൽ നിന്റെ ജനം അനുഭവിക്കട്ടെ. എല്ലാ മഹത്വവും അങ്ങേക്ക് യേശു ക്രിസ്തുവിൻ നാമത്തിൽ, സ്വർഗീയ നല്ല പിതാവേ. ആമേൻ, ആമേൻ, ആമേൻ. കർത്താവ് നിങ്ങളെ ഓരോരുത്തരെയും ധാരാളമായി അനുഗ്രഹിക്കുമാറാകട്ടെ.